മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ചെലവാക്കാതെ കിടക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ്. 705 കോടിയിലധികം രൂപ സംഭാവനയായി കിട്ടിയപ്പോൾ ഇതുവരെ ചെലവഴിച്ചതാകട്ടെ 7 കോടി രൂപ മാത്രവും. മറ്റൊരു വാർത്തയിലേക്ക്. പാലക്കാട് മുതലമട പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും കഴിഞ്ഞ 18 ദിവസമായി രാപ്പകൽ സമരത്തിലാണ്. ഉദ്യോഗസ്ഥ നിസ്സഹകരണത്തെ തുടർന്ന് വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് വിനിയോഗിക്കാൻ കഴിയുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സമരം. മന്ത്രി MP രാജേഷ് ഉൾപ്പെടെ ഇതിന് പിറകിലുണ്ടെന്ന വനവാസി സംഘടനകളുടെ ആരോപണവും ഇതിന് പിന്നാലെ ഉയർന്നിട്ടുണ്ട്. മുതലമട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P കൽപ്പനാദേവിയും വൈസ് പ്രസിഡന്റ് M താജുദ്ദീനുമാണ് കഴിഞ്ഞ 18 ദിവസമായി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല രാപ്പകൽ സത്യാഗ്രഹം നടത്തുന്നത്. വനവാസി മേഖലയ്ക്ക് വിനിയോഗിക്കേണ്ട ഫണ്ടുകൾ ഉൾപ്പെടെ ചെലവഴിക്കാനാകാത്ത വിധത്തിൽ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ഭരണത്തെ അട്ടിമറിക്കുന്നതായി ആരോപിച്ചാണ് സമരം. സ്വതന്ത്രർ ഭരിക്കുന്ന മുതലമട പഞ്ചായത്ത് ഭരണം അട്ടിമറിക്കുകയാണ് ഉദ്യോഗസ്ഥരിലൂടെ CPM ലക്ഷ്യമെന്നും ഇതിനു പിന്നിൽ CPM ജില്ലാ സെക്രട്ടറിയും മന്ത്രി MP രാജേഷും ഉൾപ്പെടെ ഉണ്ടെന്ന് വനവാസി സംഘടനകൾ ആരോപിച്ചു. കാലകാലമായി അവർ ഭരിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്ത് കൈവിട്ടു പോയതിന്റെ അമർഷം തീർക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ വിചാരിക്കുന്നത് ഈ ജില്ലയുടെ ചുമതലയിലുള്ള MP രാജേഷ് പോലുള്ള മന്ത്രിയും ഇവിടുത്തെ ജില്ലാ സെക്രട്ടറിയും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ഭരണകൂടത്തെ അട്ടിമറിക്കുകയും ഈ ഭരണകൂടത്തിനെതിരായി ജനങ്ങളെ തിരിച്ചു വിട്ടുകൊണ്ട് വീണ്ടും ആ പഞ്ചായത്ത് ഭരണം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിട്ടാണ് നമ്മൾ കാണുന്നത്. സാമ്പത്തിക വർഷം അവസാനിക്കാറായിട്ടും സെക്രട്ടറി, ജൂനിയർ സൂപ്രണ്ട്, അക്കൗണ്ടന്റ്, പ്ലാൻ ക്ലർക്ക് തുടങ്ങി പ്രധാന തസ്തികകളൊന്നും പഞ്ചായത്തിൽ കാര്യക്ഷമമല്ല. ചില ഉദ്യോഗസ്ഥരെത്തി അവധിയിൽ പ്രവേശിക്കും, മറ്റു ചിലർക്ക് ചാർജ് നൽകിയിരിക്കുക മാത്രമാണ്. സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ അനുവദിച്ച തുകയുടെ സിംഹഭാഗവും ചിലവഴിക്കാൻ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇടപെട്ടുകൊണ്ട് പഞ്ചായത്തിലേക്ക് എല്ലാ ഉദ്യോഗസ്ഥരെ പോസ്റ്റ് ചെയ്തുകൊണ്ട് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന് ഒരു വിയോനെ നിയമിച്ചുകൊണ്ട് ഞങ്ങളുടെ ഫണ്ട് കൃത്യമായി വിനിയോഗിക്കാനുള്ള സൗകര്യം ചെയ്തു തരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ഈ ഫണ്ടെങ്കിലും ലാഭസാക്കാതിരിക്കണേ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ സമര രംഗത്തിരിക്കുന്നത്. അതുപോലെ ഇനി വരാൻ പോകുന്ന കാലങ്ങളിലും കൂടി ഇതുപോലെ ഫണ്ടുകൾ ഭരണസമിതിയും ഉദ്യോഗസ്ഥരും കൂടി ഫൈറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഫണ്ടുകൾ ലാപ്സായി കളയാതിരിക്കണേ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം തുടങ്ങിയിട്ടുള്ളത്. മേൽപ്പടി ഇതുപോലെ ആണെങ്കിൽ ഞങ്ങൾ നിയമ നടപടിയിലേക്ക് പോകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സംഘടനാപരമായ നിയമ നടപടികളിലേക്ക് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. പദ്ധതികൾ നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർ തങ്ങൾക്കൊപ്പം നിൽക്കണമെന്നാണ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ADM സമരക്കാരുമായി ചർച്ച നടത്തിയിരുന്നുവെങ്കിലും ഫലപ്രാപ്തിയിലെത്തിയതുമില്ല. കാലങ്ങളായി CPMന്റെ കുത്തകയായ പഞ്ചായത്ത് ഒരു വർഷം മുൻപാണ് BJPയുടെ ഉൾപ്പെടെ പിന്തുണയിൽ സ്വതന്ത്രരുടെ കയ്യിലെത്തിയത്. ജനം, പാലക്കാട്.